നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറക്കുന്നത്. 75.27% പോളിംഗ് ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. 19 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യ പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് EVM വോട്ടുകളും എണ്ണും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, നാളെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. രാവിലെ 7:30 തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നടക്കം ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് 8:30 മണിയോടുകൂടി തന്നെ ആദ്യ ഫലത്തിൻ്റെ സൂചനകൾ ലഭ്യമാകും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മൊത്തം 19 റൗണ്ടുകളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുക. ഏകദേശം 75.27% പോളിംഗ് നടന്നിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് പൊതു തിരഞ്ഞെടുപ്പിൽ നിന്നും നേരിയ വ്യത്യാസം മാത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴുണ്ടായത്. പൊതു തിരഞ്ഞെടുപ്പിൽ 76.6 പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ അത് 75.27 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും രണ്ട് മുന്നണികളും LDFും UDFും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ചും അവർ പ്രതീക്ഷിച്ച തരത്തിലേക്കുള്ള ഒരു പോളിംഗിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികൾക്കും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ ഉള്ളത്. ഒപ്പം PV അൻവറും അത്തരത്തിൽ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. എന്തായാലും ഒരു വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളും അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു പോളിംഗ് ശതമാനത്തിലെ വർധനയെല്ലാം തന്നെ ഇരു മുന്നണികൾക്കും വലിയ തരത്തിലുള്ള ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം എണ്ണി തുടങ്ങുക ഈ പോസ്റ്റൽ ബാലറ്റുകളാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങുക. അതിൽ 1-2 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് വഴിക്കടവ് പഞ്ചായത്തും മുത്താടം പഞ്ചായത്തും, ഈ 2 പഞ്ചായത്തുകളിൽ കാര്യമായ വോട്ട് UDFിന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ അവരുടെ നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം വഴിക്കടവിലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ മുത്താടം പഞ്ചായത്തിലും ഏകദേശം 2000-ഓളം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ തരത്തിലുള്ള വിജയം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ UDF പങ്കുവയ്ക്കുന്നത്. അതേസമയം നിലമ്പൂർ നഗരസഭയിലും ഒപ്പം നിലമ്പൂർ നഗരസഭയിൽ കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ LDFിന് കഴിയും. അതുപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകളിലും നല്ല രീതിയിലൊരു പ്രവർത്തനം, നല്ല രീതിയിലൊരു ഭൂരിപക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പ് എന്നുള്ളതാണ് LDF നേതാക്കളും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇരു മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 2 ദിവസമായി കൂട്ടലും കിഴിക്കലുമായിട്ടൊക്കെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വാർഡ് തലത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF 7000 മുതൽ 10000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നുള്ളതാണ് CPIMൻ്റെ നേതാക്കൾ പറയുന്നത്. അത്തരത്തിലൊരു കണക്ക് കൂട്ടൽ തന്നെ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. അവർ 10000-ന് മുകളിലാണ് ഭൂരിപക്ഷമായി കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇരു മുന്നണികളും ഇപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ 75.27% പോളിംഗ് ഉയർന്നത് തന്നെ മുന്നണികൾക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും വലിയ തരത്തിൽ ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നത്. കാരണം പ്രചരണ വേളയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നിന്നിരുന്നു. അത് പ്രത്യേകിച്ചും കോൺഗ്രസും CPIMും അവരുടെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം തന്നെ മണ്ഡലത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ജനകീയമായ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷയാണ് ഇരു മുന്നണികൾക്കും ഉള്ളത്. വലിയ തരത്തിലുള്ള താരപ്രചാരകനെ അവിടെ ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നത്. പ്രത്യേകിച്ചും സാധാരണഗതിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കല്ലുകടികളൊന്നും തന്നെ കോൺഗ്രസിലും UDFിലും ഉണ്ടായില്ല. മാത്രവുമല്ല, മുൻനിരയിൽ നിന്ന് ഈ മുന്നോട്ടുള്ള ഈ പ്രചരണത്തിൻ്റെ തേര് തെളിച്ചത് UDFിന് വേണ്ടി ലീഗ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഒരു വലിയ വിജയപ്രതീക്ഷ UDF വെച്ച് പുലർത്തുന്നത്. പ്രത്യേകിച്ചും ലീഗിന് വലിയ ബന്ധമുള്ള മേഖലകളിലൊക്കെ തന്നെ ലീഗ് നേതാക്കന്മാർ തമ്പടിച്ച് PK കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള നേതാക്കന്മാർ നേരിട്ട് ആ മേഖലകളിലെത്തി അവിടുത്തെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ UDFിനൊപ്പം നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചത്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലീഗ് അണികൾ വളരെ കാര്യമായി പ്രചരണ രംഗത്തും ഒപ്പം തന്നെ ഈ കൊട്ടിക്കലാശത്തിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. CPIMും അവരുടെ പൊതുവേ ഉള്ള ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് CPIMൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അവരും പരമാവധി വോട്ട് ചോർച്ച ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് CPIMനുള്ളത്. ഇവിടെ അൻവർ എന്ന് പറയുന്ന ഫാക്ടർ എന്തുമാത്രം മാറ്റമുണ്ടാക്കും എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. കാരണം ഈ പോത്തുകൽ ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിലും ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച നിലമ്പൂർ നഗരസഭയിലും അതുപോലെ തന്നെ ഈ മുത്താടം പഞ്ചായത്തിലുമൊക്കെ ലീഗിന് ചെറിയ മേൽക്കൈയുണ്ടെങ്കിലും ഈ മേഖലകളിൽ PV അൻവറിനും സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ചും ഈ കുടിയേറ്റ കർഷകരുള്ള മേഖലകളിൽ വലിയ തരത്തിൽ PV അൻവറിനെ കഴിഞ്ഞ പ്രാവശ്യം സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ്
അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം നേരിയ മാർജിൻ 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഇത്തവണയും അത്തരത്തിൽ ആ മേഖലകളിൽ PV അൻവർ പിടിമുറുക്കുകയാണെങ്കിൽ അത് ആരുടെ വോട്ടുകളാണ് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ച പല ആവർത്തി ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും LDF കൃത്യമായി പറയുന്നുണ്ട് PV അൻവറിൻ്റെ കാര്യത്തിൽ ഒരു ഭീഷണി ഉണ്ടായിട്ടില്ല. LDF കേന്ദ്രങ്ങളിലെ ഒരു വോട്ട് പോലും അൻവറിന് തട്ടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. UDFും അത്തരത്തിൽ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും വലിയ വിജയപ്രതീക്ഷ PV അൻവറും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം BJP ആകട്ടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ 7500, 8000 ക്രമത്തിൽ മാത്രമാണ് BJPക്ക് അവിടെ നിന്നും വോട്ട് ലഭിച്ചിരുന്നത്. ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. ആ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ മാറ്റം വരും. കാരണം മലയോര മേഖലയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹം പ്രത്യേകിച്ചും അവിടെ ഉള്ള ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മർത്തോമ സഭയുടെ ഒരു സഭയ്ക്കുള്ളിൽ തന്നെ വലിയ തരത്തിൽ പിൻബലമുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ അത്തരത്തിൽ സഹായം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15,000 വോട്ട് വരെ BJPക്ക് പിടിക്കാൻ കഴിയും. ഇതൊരു നേട്ടമായിട്ട് അവർ കാണുന്നു. കാരണം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJPക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും അവർക്ക് സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് തുറക്കുന്നത്. എന്തായാലും ഇരു മുന്നണികൾക്കും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നാളെയോടുകൂടി തന്നെ അതിൻ്റെ ചിത്രം വ്യക്തമാകും. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് മാസങ്ങളൊന്നുമില്ല, ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ആവേശമാവുകയാണ്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കിട്ടുന്ന വോട്ടും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ടുമൊക്കെ ഇപ്പോഴത്തെ വിജയത്തെ ആശ്രയിച്ചിരിക്കും എന്നാണ് എല്ലാവരുടെയും വിലയിരുത്തൽ. അതായത് വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഈ മത്സരത്തെ കാണുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ഇതൊരു അഭിമാന പോരാട്ടമായിട്ടാണ് അവർ വിലയിരുത്തുന്നതും. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കന്മാർ മുതൽ ജൂനിയർ നേതാക്കന്മാർ വരെ എല്ലാ പാർട്ടികളും അവിടെ രംഗത്തിറക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലും അരിച്ചു പിറക്കിയുള്ള ഒരു വോട്ട് പിടുത്തവും പ്രചരണ പരിപാടിയുമാണ് നമ്മൾ കണ്ടത്. LDFും UDFും ഒക്കെ ശ്രദ്ധിച്ചിരുന്നത് പരമാവധി ആളുകളെ ഒപ്പം നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പരമാവധി ആളുകളെ കൂടെ നിർത്തിക്കൊണ്ട് നടത്തി തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളാണ് ആദ്യം മുതൽ രണ്ടു പേരും നടപ്പിലാക്കി വന്നത്. അത് വലിയ തരത്തിൽ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികൾക്കും ഇതൊരു അഭിമാന പ്രശ്നമാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 പ്രാവശ്യമായി നിയമസഭയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് ഭരണം കിട്ടിയിട്ടില്ല. മാത്രവുമല്ല വലിയ തരത്തിൽ UDFിനകത്ത് തന്നെ ഭരണം നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള ഒരു വൈകാരികമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ അത്തരത്തിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ UDFിനെ ക്ഷീണം ചെയ്യും. ഘടകകക്ഷികൾ ചിലപ്പോൾ പക്ഷേ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് ഈ സെമി ഫൈനൽ മത്സരത്തെ കാണുന്നു. അതാണ് പരമാവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒഴിവാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻനിരയിലെത്തിയത്. അതേസമയം ഇതിനകത്തൊരു ചെറിയ കല്ലുകടിയായി വന്നത് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വോട്ടിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയോടുകൂടിയാണ് ശശി തരൂർ ഒരു പ്രസ്താവന ഇറക്കിയത്. തന്നെ ആരും നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല, അവിടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ വേണ്ടി ഒരു മിസ്ഡ് കോൾ പോലും തനിക്കുണ്ടായിരുന്നില്ല, അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന തരത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിന് തിരിച്ചടിയായി രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ രംഗത്തെത്തിയിരുന്നു. അവരുടെ MP, കോൺഗ്രസിൻ്റെ MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് അവിടെ ക്ഷണിക്കാൻ കല്യാണമല്ല നടക്കുന്നതെന്ന തരത്തിലും അന്ന് ശശി തരൂരിനെ നേരിട്ട് വാക്കുകൾ കൊണ്ട് തന്നെ ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ കോൺഗ്രസ് നേതാക്കന്മാർ മൊത്തത്തിലെടുത്ത തീരുമാനം ശശി തരൂരിനെ ചൊടിപ്പിക്കുക നിർത്തണ്ട, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിൻ്റെ തീരുമാനങ്ങൾ എന്താണോ അത് പറഞ്ഞുകൊള്ളട്ടെ, ബാക്കി തീരുമാനങ്ങൾ AICC എടുക്കട്ടെ എന്ന തരത്തിലേക്ക് നിൽക്കുന്നു. എന്നാൽ ശശി തരൂരിൻ്റെ പ്രസ്താവനയൊന്നും പോളിംഗിനെയോ അല്ലെങ്കിൽ വോട്ടിങ്ങിനെയോ വോട്ടർമാരെയോ ഒന്നും സ്വാധീനിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലുമുണ്ട്. നാളെ ഫലം ഏകദേശം 11:30 മണിയോടുകൂടി തന്നെ പൂർണ്ണതോതിൽ ഫലം ലഭ്യമാകും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ദീപ്തി. ശരി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം തുറക്കുന്നത്. 75.27% പോളിംഗ് ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. 19 റൗണ്ടുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് EVM വോട്ടുകളുമായിരിക്കും എണ്ണുക. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.